പയ്യന്നൂരിൽ 7 റൗണ്ട് കഴിഞ്ഞപ്പോൾ 310 LDF-ന്റെ ലീഡ് കുറഞ്ഞിരിക്കുന്നു. 310 LDF-ന്റെ ലീഡ് കുറഞ്ഞിരിക്കുന്നു. പയ്യന്നൂർ വലിയൊരു അട്ടിമറിക്ക് കളമൊരുക്കുകയാണോ? പയ്യന്നൂരിൽ അവസാനം എണ്ണുന്ന 3 പഞ്ചായത്തുകളും UDF-നെ തുണയ്ക്കാൻ സാധ്യതയുള്ള പഞ്ചായത്തുകളാണ്. ഇപ്പോൾ എണ്ണിക്കഴിഞ്ഞിട്ടുള്ള പഞ്ചായത്തുകൾ LDF-ന് അനുകൂലമായ പഞ്ചായത്തുകളാണ്. അങ്ങനെയാണെങ്കിൽ പയ്യന്നൂർ ഒരു വലിയ അട്ടിമറിയിലേക്ക് കോട്ടയിൽ രക്തസാക്ഷി ഫണ്ട് വിവാദത്തിൽ 7 റൗണ്ട് പക്ഷേ 14-7 അതായത് പകുതി വോട്ട് പയ്യന്നൂരിൽ എണ്ണുമ്പോഴാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്ന CPIയുടെ 310 വോട്ടിന്റെ കേവലമായ ലീഡ് മാത്രമാണ്. മസൂദന് 38,820 വോട്ടും കുഞ്ഞികൃഷ്ണൻ 38,510 ചോദിച്ചപ്പോൾ ഞങ്ങൾ പാർട്ടിക്കാരെ ബോധ്യപ്പെടുത്തിക്കോളാം ആ കണക്കെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് പോരാ, കേരളത്തിന് കൂടി ആ കണക്ക് ബോധ്യപ്പെടേണ്ടതുണ്ടായിരുന്നു. അത് ബോധ്യപ്പെട്ടില്ല. രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആരോപണങ്ങൾ, തെളിവുകൾ, രേഖകൾ, കണക്കുകൾ അത് ജനങ്ങൾക്ക് മനസ്സിലായി എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ തവണ മണിയാശാൻ 38,000 വോട്ടിന് ജയിച്ച ഉടുമ്പൻചോലയിൽ ഇപ്പോൾ തന്നെ UDF-ന്റെ ലീഡ് 10,000 കടന്നിരിക്കുന്നു. സേനാപതി വേണു അവിടെ ഒരു വമ്പൻ വിജയം ഉടുമ്പൻചോലയിൽ നേടാൻ പോവുകയാണ്. ഗുരുവായൂരിൽ 56 ബൂത്തുകൾ എണ്ണിക്കഴിയുമ്പോൾ UDF 1239 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. കയ്പമംഗലത്ത് LDF ലീഡ് തിരിച്ചുപിടിക്കുന്നു.